നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓണക്കാലം എത്തി. കേരളത്തിലെ ലക്ഷക്കണക്കിന് റേഷൻ കാർഡ് ഉടമകൾ ഇപ്പോൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന ചോദ്യങ്ങൾ ഇവയാണ്. റേഷൻ അരിവിഹിതം കുറച്ചോ? 10 രൂപ 90 പൈസയുടെ അരി 36 രൂപയായോ? ഏത് കാർഡിന് എത്ര കിലോ അരി ലഭിക്കും? സ്പെഷ്യൽ ഓണം അരി ആർക്കെല്ലാം ലഭിക്കും? 26 രൂപ നിരക്കിൽ ലഭിക്കുന്ന OMSS അരി ആരെല്ലാം വാങ്ങാം? സപ്ലൈകോ ഓണം കിറ്റുകളിൽ എന്തൊക്കെ ഉണ്ട്? ഇത്തരം നിരവധി വാർത്തകളും അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന സാഹചര്യത്തിൽ ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് വ്യക്തമാക്കിയ ഔദ്യോഗിക വിവരങ്ങൾ അടിസ്ഥാനമാക്കി ഓരോ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളെല്ലാം ഈ വീഡിയോയിൽ നമ്മൾ വിശദമായി നോക്കാം. അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണുക. കാരണം നിങ്ങളുടെ കാർഡിന് ലഭിക്കുന്ന അരി, ഗോതമ്പ്, ആട്ട, സ്പെഷ്യൽ വിഹിതം, ഓണം, സപ്ലൈകോ കിറ്റുകളുടെ മുഴുവൻ വിവരങ്ങളും അവസാനം വരെ നിങ്ങൾ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് വ്യക്തമായി അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ഓണക്കാലത്ത് റേഷൻ അരിവില 10 രൂപ 90 പൈസയിൽ നിന്ന് 36 രൂപയാക്കി വർദ്ധിപ്പിച്ചെന്ന പ്രചാരണം തെറ്റിദ്ധാരണയെന്നാണ് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് വ്യക്തമാക്കി. അതുപോലെ തന്നെ ഓരോ കാർഡിനും ലഭിക്കുന്ന സാധാരണ റേഷൻ അരി വീതത്തിലും കുറവ് വരുത്തിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. അതുപോലെ തന്നെ അപ്പോൾ ഈ 36 രൂപയുടെ ഈ ഒരു കാര്യം എവിടെ നിന്നാണ് വന്നെന്നുള്ള ചോദ്യമുണ്ട്. സാധാരണ റേഷൻ അരിക്കല്ല, സപ്ലൈകോ വഴി അധികമായി ലഭ്യമാക്കുന്ന ചില അരി വിഭാഗങ്ങൾക്കും അതുപോലെ വിപണിയിൽ ലഭിക്കുന്ന അരികൾക്കുമാണ് വ്യത്യസ്ത നിരക്കുകൾ ഉള്ളത്. സർക്കാരിന്റെ ലക്ഷ്യം ഓണക്കാലത്ത് അരിയുടെ ലഭ്യത ഉറപ്പാക്കുക എന്നതാണ്. ഇതിനായി ഓഗസ്റ്റ് മാസത്തിൽ മാത്രം പൊതുവിതരണ ശൃംഖലയിലൂടെ 1,65,932 മെട്രിക് ടൺ അരി, അതുപോലെ 24,506 മെട്രിക് ടൺ ഗോതമ്പും വിതരണത്തിന് എത്തിച്ചതായി മന്ത്രി അറിയിച്ചു. കേന്ദ്രത്തിന്റെ ഗൈഡ് ഓവർ വിഹിതത്തിൽ വന്ന മാറ്റം നമുക്ക് നോക്കാം. അതായത് 2026 ജനുവരി മുതൽ കേന്ദ്ര സർക്കാരിന്റെ ടൈഡ് ഓവർ അരി വിഹിതത്തിൽ വലിയ കുറവുണ്ടായി. മുൻപ് ലഭിച്ചിരുന്നത് 33,294 മെട്രിക് ടൺ അരിയും ഇപ്പോൾ ലഭിക്കുന്നത് 26,835 മെട്രിക് ടൺ അരിയും, അതുപോലെ തന്നെ 6,459 മെട്രിക് ടൺ ഗോതമ്പും. അതാണ് അരിയുടെ ഒരു ഭാഗം ഗോതമ്പായി മാറിയത്. ഇങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഉത്സവകാലങ്ങളിൽ സ്പെഷ്യൽ അരി നൽകുന്നതിന് ഈ ഗൈഡ് ഓവർ സ്റ്റോക്കിൽ നിന്നായിരുന്നു. വിഷുവിനനുബന്ധിച്ച് സ്പെഷ്യൽ അരി നൽകിയതോടെ ഓണത്തിനുള്ള അധിക സ്റ്റോക്ക് പരിമിതമായി. എന്നാൽ ഈ സാഹചര്യത്തിലും സർക്കാർ സ്പെഷ്യൽ വിഹിതങ്ങൾ ഉറപ്പാക്കിയിരിക്കുകയാണ്. ഇനി നീലക്കാർഡുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നീലക്കാർഡിന് ആളൊന്നിന് 2 കിലോ അരി അതുപോലെ തന്നെ ഈ കിലോയ്ക്ക് 4 രൂപ നിരക്കിലും, അതുപോലെ 4 കിലോ വരെ ആട്ട 17 രൂപയ്ക്കും, സ്പെഷ്യൽ ഓണം വിഹിതമായി കുടുംബത്തിന് 3 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും, 2 കിലോ ഗോതമ്പ് കിലോയ്ക്ക് 8 രൂപ 70 പൈസ നിരക്കിലും, കൂടാതെ OMSS അരി 10 കിലോയ്ക്ക് 26 രൂപ നിരക്കിലും ലഭിക്കും. അതായത് സാധാരണ വിഹിതത്തിന് പുറമെ തന്നെ അധിക അരിയും ലഭിക്കുമെന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. പിങ്ക് റേഷൻ കാർഡുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 4 കിലോ അരി, 1 കിലോ ഗോതമ്പിന് പകരമായി 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 9 രൂപ നിരക്കിലും ഇവയാണ് ഇത്തവണ ലഭിക്കുക. ഇനി വെള്ള കാർഡുകാർ ശ്രദ്ധിക്കേണ്ട കാര്യം, 7 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ, കൂടാതെ 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിലും, സ്പെഷ്യൽ വിഹിതമായി 2 കിലോ ഗോതമ്പ് കിലോയ്ക്ക് 8 രൂപ 70 പൈസ നിരക്കിലും. ഇതിനു പുറമെ OMSS അരി 10 കിലോയ്ക്ക് 26 രൂപ നിരക്കിലും ലഭിക്കും. അതിനാൽ വെള്ള കാർഡുകാർക്കും ഓണക്കാലത്ത് അധിക അരി ലഭിക്കും. ഇനി മഞ്ഞക്കാർഡുകാരെ സംബന്ധിച്ചിടത്തോളം പ്രധാന വിവരമാണ്, ഈ വർഷം മഞ്ഞക്കാർഡിന്റെ നിലവിൽ വിഹിതത്തിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അതായത് മുൻപ് ലഭിച്ചിരുന്ന വിഹിതം തന്നെ തുടരും. അതായത് ഇനി തവിട്ട് റേഷൻ കാർഡുകാരുടെ കാര്യം നോക്കാം. ക്ഷേമ വിഭാഗം തവിട്ട് കാർഡിന് 2 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും, 2 കിലോ ഗോതമ്പ് കിലോയ്ക്ക് 8 രൂപ 70 പൈസ നിരക്കിലും, അതായത് 1 കിലോ ആട്ട കിലോയ്ക്ക് 17 രൂപ എന്നീ നിരക്കിലും ലഭിക്കും. കൂടാതെ OMSS അരി 10 കിലോ അതായത് 26 രൂപ നിരക്കിലും ലഭിക്കും. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന സപ്ലൈകോ ഓണ കിറ്റുകളെ കുറിച്ച് നോക്കാം. ഈ വർഷം സപ്ലൈകോ വിവിധ വിലകളുടെ ഓണ കിറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അത്തം കിറ്റ് 1000 രൂപയാണ്. ഈ കിറ്റിൽ അരി, വെളിച്ചെണ്ണ, പഞ്ചസാര, ശബരി മസാലകൾ, സദ്യക്ക് ആവശ്യമായ സാധനങ്ങൾ, ഇങ്ങനെ 21 ഇനങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഇനി ഉത്രാടം കിറ്റ് ആണെങ്കിൽ 1,500 രൂപ വില വരുന്നുണ്ട്. 25 ഇനങ്ങൾ അടങ്ങിയ വിപണി വില ഏകദേശം 1,880 രൂപ വരുന്നുണ്ട്. സപ്ലൈകോ വില
ഏകദേശം 1500 രൂപയാണ് ഇതിൽ വരുന്നത്. പ്രീമിയം തിരുവോണ കിറ്റ് ഉണ്ട്, 2000 രൂപയാണ്. 30 ഇനങ്ങൾ ഇതിൽ ലഭിക്കും. അതുപോലെ വിപണി വില 2540 രൂപയാണ് വരുന്നത്. സപ്ലൈകോ വില 2000 രൂപ. ഇനി ശബരി സിഗ്നേച്ചർ കിറ്റ് ഉണ്ട്, അത് 299 രൂപയാണ്. ഇതിൽ പുട്ടുപൊടി, സേമിയ, പായസക്കൂട്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഉൾപ്പെടെ 9 പ്രീമിയം ഉൽപ്പന്നങ്ങളും ലഭിക്കും. ഇനി സപ്ലൈകോ ഈ വർഷം 500 രൂപയുടെ ഗിഫ്റ്റ് കാർഡ്, 1000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് വിതരണവും നടത്തുന്നുണ്ട്. ഇവ ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് ആവശ്യമായ സാധനങ്ങൾ തിരഞ്ഞെടുക്കി വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ സമ്മാന കൂപ്പണുകളും ലഭിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വാർത്ത. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും എല്ലാം രേഖപ്പെടുത്താൻ മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.